ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീന രോഹിത്തിനെ വിളിച്ച് രോഹിത്തിൻ്റെ കോളേജിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അലീന വിളിച്ചിട്ട് പറയുന്ന വേറൊന്നുമല്ല, നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, കോളേജിൽ പോകുന്ന കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. പിന്നെ അച്ഛൻ കോളേജിൽ പോയി അന്വേഷിച്ചിരുന്നു. അവിടുത്തെ പ്രൊഫസർ പറഞ്ഞത് അവിടെ പഠിപ്പിക്കാൻ കുറച്ച് താല്പര്യക്കുറവുണ്ട് അവർക്ക്. ഇപ്പം നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. രോഹിത് എന്ന് പറയുമ്പോഴത്തേക്ക് രോഹിത് പറയുന്നുണ്ട്, അത് ശരിയാ, എനിക്കറിയാം അലീന ചേച്ചി, അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ കോളേജിന് അപമാനമാകുന്ന, അവരുടെ കോളേജിന് വില കുറയുന്ന തരത്തിലുള്ള പരിപാടികളൊന്നും അവർ ചിലപ്പം ചെയ്തെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല, പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പം, മോനൊരു കാര്യം ചെയ്യണം, ഇപ്പം ഇനിയിപ്പോൾ എക്സാമൊക്കെ ആകാറായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം എന്ന് പറയുന്നത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വർഷം പോകുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷം പോലും പോകാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ, നോട്ടൊക്കെ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക. പിന്നെ നിൻ്റെ കോളേജ് വരെ പോകാൻ ഞാനും അങ്ങനെ പോകണമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, കോളേജിൽ പോവുകയാണെങ്കിൽ നീയും കൂടെ വരണം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വേണം പോകാനെന്ന്. അപ്പം പറഞ്ഞു, ഞാൻ കോളേജിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും എങ്ങനെ ഫേസ് ചെയ്യും, അവരെല്ലാവരും എന്നോട് എങ്ങനെ പെരുമാറും, അത് ഓർത്തിട്ട് ഞാൻ എങ്ങനെയാണ് അലീന ചേച്ചി വരുന്നത്, അതെങ്ങനെയാണ് അതൊക്കെ ഒരിക്കലും പോസിബിൾ ആകുന്ന കാര്യമാണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ പോസിബിൾ ആകും. അതെ, ബബിതയ്ക്ക് എങ്ങനെയായിരുന്നു? ബബിതയ്ക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നോ? ബബിതേനെ ഞാനും മനുവേട്ടനും കൂടെ നിർബന്ധിച്ചിട്ടല്ലേ കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വരുന്നില്ല, ഏതായാലും അച്ഛനെ കൊണ്ടുപോകണ്ട, അച്ഛൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ. ഇനിയിപ്പം ഞാനൊരു കാര്യം ചെയ്യാം, മനുവേട്ടനും ഞാനും നീയും കൂടെ നമുക്ക് 3 പേർക്കും കൂടെ ഒരുമിച്ച് പോകണം. അവിടെ ചെന്നിട്ട് ഞാനും നീയും അതുപോലെ മനുവേട്ടനും കൂടെ ഒരുമിച്ച് അവരോട് സംസാരിക്കണം. നീ അവരോട് ചിലപ്പോൾ ഒന്ന് മാപ്പ് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിന്റെ ആ ഒരു ഇതിനെക്കുറിച്ച് നീ ഒന്ന് സംസാരിച്ചാൽ, നിന്റെ ഭാവിയെക്കുറിച്ച് നീ തന്നെ സംസാരിച്ചാൽ, നിന്റെ ഈ മാറ്റം അവർ കാണുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാകും നിനക്ക് ആകെ മൊത്തത്തിൽ മാറ്റം വന്നു എന്നൊക്കെ. പിന്നെ മാനേജ്മെൻറ്റിനെ കണ്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഏതായാലും ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം മോനെ, കാരണം ഒരു വർഷം പോകാമെന്ന് പറഞ്ഞാൽ അത് വലിയത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലീനയോട് നമ്മുടെ രോഹിത് ചോദിക്കുക, അലീന ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ അലീന ചേച്ചിനെ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് അലീന ചേച്ചി ഇവിടെ വന്നപ്പോൾ മുതലേ ഞാൻ സത്യമായിട്ടും എൻ്റെ അമ്മയുടെ കൂടെ നിന്നും ഹരിയുടെ കൂടെ നിന്നും എൻ്റെ കമലയാൻറ്റിയുടെ കൂടെ നിന്നും ഒക്കെ ഒരുപാട് ഉപദ്രവിച്ചിട്ടില്ലേ. പിന്നെ ഞാനൊരു ദിവസം ഈ വീട്ടിൽ നിന്ന് വലിച്ചഴച്ച് മുറ്റത്ത് കൊണ്ടുപോയി റോഡിലേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ലേ. എന്നിട്ട് എങ്ങനെയാണ് അലീന ചേച്ചിക്ക് എന്നോട് ഇങ്ങനെയൊക്കെ ഇതുപോലെയൊക്കെ പെരുമാറാനായിട്ട് തോന്നുന്നത്? എനിക്കിത് മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കും, അതെ, നീ എൻ്റെ കുഞ്ഞനിയനല്ലേ, എൻ്റെ അനിയൻ എന്നോട് തെറ്റ് ചെയ്താൽ അവൻ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്തിനാ ഒരിക്കലും ഞാൻ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല രോഹിത്തെ. നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, നീ ഇപ്പോഴും എൻ്റെ കുഞ്ഞനിയൻ തന്നെയാ. ബാലചന്ദ്രമേനോൻ എൻ്റെ അച്ഛനാണോ? അപ്പം നീ എൻ്റെ അനിയനല്ലേ. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ബോധേഡാവുകയേ വേണ്ട. നീ നിന്റെ 2-3 ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിക്കുക, അവരുടെ സൈഡിൽ നിന്ന് എന്താണ് പ്രതികരണം എന്നൊക്കെ നീ ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രോഹിത്തിന് എന്തോ ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. അലീനയെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതൊന്നുമില്ല. അലീന കൂടെ നിന്ന് കഴിഞ്ഞാൽ സാധിക്കാൻ പറ്റും, അത് ഉറപ്പായ കാര്യമാണ്. അലീന കൂടെ ഉണ്ട്, എന്തൊക്കെയോ നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ തന്നെയാണ് നമ്മുടെ രോഹിത്തിൻ്റെ ആ ഒരു ഇത് കേട്ടോ. കാരണം നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാം എന്ന് തോന്നുമല്ലോ. അപ്പോൾ ആ ഒരു തോന്നലാണ് നമ്മുടെ രോഹിത്തിന് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ശിവൻ വരികയാണ് കേട്ടോ. ശിവശങ്കരമേനോൻ വരികയാണ്. അപ്പോൾ ശിവശങ്കരമേനോൻ വരുന്ന വേറൊന്നുമല്ല, പാതിരാത്രി ഉറക്കമില്ലാതെ നമ്മുടെ വൈജി ഇന്ന് ശിവനെ വിളിച്ചായിരുന്നല്ലോ. അപ്പം പെങ്ങളാണല്ലോ, സത്യം പറഞ്ഞാൽ നമ്മുടെ ശിവന്റെ ഉറക്കം പോയി. ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. വൈജയന് ഇനി വൈജി ഇവിടെ നിൽക്കത്തില്ല എന്ന് തന്നെ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാതെയാണ് നമ്മുടെ ശിവൻ വരുന്നത്. അപ്പം ശിവൻ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കുറച്ച് സീൻ കാണിക്കുന്നുണ്ട് കമലയുടെ. അപ്പം കമല ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ വേറെ എങ്ങോട്ടേക്കും അല്ല പോകുന്നത്, ഞാൻ പോകുന്നത് വൈജയുടെ അടുത്തേക്കാണ്. അവൾ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അവളെന്തിനാ പാതിരാത്രി വിളിച്ചത് നിങ്ങളെ?
അത് വേറെ ഒന്നുമല്ല, അവൾ അവിടെ നിന്ന് പോവുകയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ട് നടന്നോ? ദേ മകന് അങ്ങ് ജയിലിൽ കിടക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നു കമലെ, നീ എനിക്കൊരു കുറച്ച് സമാധാനം എന്താ രാത്രി. ഇപ്പം എൻ്റെ പെങ്ങൾ സമാധാനം തരുന്നില്ല, അതുപോലെ തന്നെ നീയും കൂടെ സമാധാനം തരാതെ ഇരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും കാണിക്കും, പക്ഷെ അവിടെ പോകുന്നതല്ലേ, പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഹരിയുടെ കാര്യം കൂടെ ഒന്ന് സംസാരിക്കുക, ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയാം. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നേരെ നമ്മുടെ വൈജയുടെ അടുത്തേക്കാട്ടോ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്നു, ഡോറൊക്കെ തുറന്ന്, കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴത്തേക്കും എല്ലാ പ്രാവശ്യവും നമ്മുടെ അലീനയാണ് വന്ന് തുറക്കുന്നത്. ഈ പ്രാവശ്യം അലീനയല്ല, ബബിതയാണ് തുറക്കുന്നത്. അപ്പം ബബിത തുറന്നപ്പോൾ തന്നെ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അല്ല നിനക്ക് കോളേജിലൊന്നും പോകണ്ട, നീ കോളേജിൽ പോയി തുടങ്ങിയല്ലോ. അത് പിന്നെ ഞാൻ കോളേജിൽ പോയി തുടങ്ങി, എക്സാമിൻ്റെ സ്റ്റഡി ലീവൊക്കെയാണ്, പിന്നെ അലീന ചേച്ചിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് പനിയോ, അലീന ചേച്ചിയോ? അലീന ചേച്ചി അല്ല അങ്കിള് ബാ, വന്ന കാലിൽ നിൽക്കാതെ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞ് പിടിച്ചൊക്കെ അവിടെ ഇരുത്തി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിത നേരെ പോയി ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് വരുവാണ്. താഴെ അങ്കിള് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. ഈ സമയത്ത് രോഹിത്തും അവിടെയുണ്ട്. രോഹിത്തിൻ്റെയും കൃഷ്ണയുടെയും ബബിതയുടെയൊക്കെ മാറ്റം വല്ലാത്തൊരു മാറ്റം തന്നെയാണ്. അത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ശിവശങ്കര മേനോൻ, അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി വന്നു. ബാലചന്ദ്രൻ ഇറങ്ങി വന്ന ഉടനെ തന്നെ അളിയനെ കുറച്ച് നാളായല്ലോ ഇങ്ങോട്ടേക്കൊക്കെ കണ്ടിട്ട്, എന്തു പറ്റി, പോകുന്നൊന്നുമില്ല, തിരിച്ചു പോകുന്നൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ പോകാനാ ബാലചന്ദ്ര, എനിക്കിവിടെ നിന്ന് ഇപ്പം പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയല്ലേ. ബാലചന്ദ്രൻ എൻ്റെ ടെൻഷൻ മനസ്സിലാവുമായിരിക്കുമല്ലോ. അല്ല ബാലചന്ദ്രൻ്റെ മോനും കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം ജയിലിൽ കിടന്നതല്ലേ, ആ ഒരു ടെൻഷൻ തന്നെയാണ് എനിക്ക് ഇപ്പോഴെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെ പറഞ്ഞാലും ശിവേട്ട ഹരീനെ എനിക്ക് ഹരീനെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ആരോട് പറയാനാ, ആരോട് ചോദിക്കാനാ? എൻ്റെ മോൻ രക്ഷപ്പെട്ടത് തന്നെ ഞാൻ കൈയും കാലോ പിടിച്ചിട്ടോ ഒന്നുമല്ല. അറിയാലോ ഇവിടുത്തെ അലീനയുടെ ഒരു മനസ്സുകൊണ്ടാന്ന് പറയുമ്പം, അല്ല അലീന മനസ്സ് വെക്കുകയാണെങ്കിൽ ഹരീനെയും കൂടെ ഒന്ന് രക്ഷിക്കാതിരിക്കുമല്ലോ, ഹരീനെയും കൂടെ ഒന്ന് പുറത്ത് കൊണ്ടുവരാതിരിക്കുമല്ലോ എന്ന് പറയുമ്പം അതൊന്നും ഒരിക്കലും പ്രാക്ടിക്കലാവുന്ന കാര്യമല്ല. അതിനെക്കുറിച്ചൊന്നും പറയണ്ട, അതിനെക്കുറിച്ചൊക്കെ പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ശരിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ അലീന ചിലപ്പോൾ മനസ്സ് വെച്ചെങ്കിൽ സാധിക്കും, പക്ഷെ അലീന ഒരിക്കലും മനസ്സ് വെക്കാൻ പോകുന്നില്ല. അവിടെ നേരും നിറിയുള്ളൊരു പെങ്കൊച്ച. ആ പെങ്കൊച്ച ഒരിക്കലും ആ ശരണ്യോട് പോയി പറഞ്ഞ് ഹരിയെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കത്തില്ല. കാരണം ഹരി തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ആ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞത് അത് അലീനയുടെ മിടുക്കുകൊണ്ടുമല്ല, അത് ആ പെങ്കൊച്ചിന് സത്യസന്ധമായിട്ട് പറയാൻ തോന്നിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ. അല്ലാതെ അലീനയുടെ മിടുക്കായിട്ടൊന്നും അത് എടുക്കണ്ട. അലീന പിന്നെ ഇതിൻ്റെ പുറകെ നടന്ന് സംസാരിക്കത്തൊന്നുമില്ല. അവൾ പറഞ്ഞല്ലോ, അവൾ സത്യമുള്ള പെങ്കൊച്ച, അവൾ സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. അല്ല വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം അത് പിന്നെ ഇന്നലെ എന്നെ വൈജ വിളിച്ചായിരുന്നു. ഒരു കാര്യത്തിന് തീർപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വൈജ രാത്രി ഇന്നലെ വിളിച്ചത്. അവൾ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു അലീനയുള്ള വീട്ടിൽ അവൾക്ക് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന്. ബാലചന്ദ്രൻ വീണ്ടും ഇങ്ങനെ പിടിവാശി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവളെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും സേഫ് ആയുള്ള സ്ഥലത്തേക്ക് മാറ്റിയാൽ പോരെ? എന്തിനാ വെറുതെ നിങ്ങളുടെ കുടുംബം തകർക്കുന്നത്? അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. അവൾ ഇവിടെ തന്നെ നിർത്തണമെന്ന് എന്തിനാ ബാലചന്ദ്ര വാശി കാണിക്കുന്നതെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അതെ ഈ ബാലചന്ദ്രൻ്റെ ഒരു വാശി തന്നെയാണ്. അലീന ഇവിടെ നിന്ന് പോകണമെങ്കിൽ സത്യങ്ങളൊക്കെ വൈജ അറിഞ്ഞതിന് ശേഷമായിരിക്കും അലീന ഇവിടെ നിന്ന് പോവുക. അല്ലെങ്കിൽ അലീന പോയ ഉടനെ ഞാൻ വൈജോട് സത്യം തുറന്ന് പറയും. പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് പൊന്നാര പെങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾക്കറിയാലോ. ഒരു കയറിൽ അവൾ കെട്ടി തൂങ്ങുള്ളൂ. അവളൊരു കയറിൽ ജീവൻ അവസാനിപ്പിക്കുകയുള്ളൂ. അത്രയ്ക്ക് ആത്മാഭിമാനമുള്ളവളാണല്ലോ അവൾ. അതുകൊണ്ടാണല്ലോ ഇപ്പം എന്നെ ഇട്ട് വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം, എൻ്റെ പൊന്നു ബാല, നിനക്കല്ലേ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ, വേറെ ആർക്കാ ക്ഷമിക്കാൻ പറ്റുന്നത്? നിൻ്റെ 2-3 കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ അവള്. നീ ക്ഷമിച്ചില്ല വേറെ ആരാ ക്ഷമിക്കുക എന്ന് പറയുമ്പം ബാലചന്ദ്രൻ ഇപ്പം മാന്യതയുടെ ഭാഷയിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ശിവശങ്കര മേനോൻ ഇവിടെ വന്നതുകൊണ്ടാണ്. അങ്ങോട്ടാണ് ഞാൻ വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ വരുന്ന ഒരാളെ ഇറക്കി വിടാൻ എനിക്ക് മനസ്സില്ല. എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കില്ല. പിന്നെ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി പെങ്ങളായിട്ട് തീരുമാനം എടുക്കൂ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. അലീനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ആർക്കും ഇവിടെ താമസിക്കാൻ ആരും കരുതണ്ട. ഞാൻ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിച്ചോ? ആരെങ്കിലും ഇവിടെ വിളിച്ച് താമസിപ്പിക്കാൻ നിർബന്ധിച്ചോ? ഞാൻ അവൾക്കിവിടെ താമസിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അവളങ്ങ് പോട്ടെ എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടു നമ്മുടെ ശിവശങ്കര മേനോൻ നേരെ വൈജയനെ കാണാൻ ചെന്നു. വൈജയോട് പറഞ്ഞു, നീ ഒന്ന് അടങ്ങു വൈജയെ, എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് ഇതിനുണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരും ഇങ്ങനെ നമ്മുടെ ശിവശങ്കര മേനോട് വൈജ പറയുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല പറയുന്നത്,
2 ആഴ്ച കാലതാമസം കൊടുത്തിട്ടുണ്ടല്ലോ, അതിനുള്ളിൽ ഇവിടുന്ന് പോകും. പക്ഷെ പോയില്ല എങ്കിൽ ഞാൻ ആ 2 ആഴ്ച കഴിഞ്ഞുള്ള പിറ്റേ ദിവസം തന്നെ വീടെടുത്ത് വാടക വീടെടുത്ത് മാറും. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. ഇപ്പം അറിയായിരിക്കുമല്ലോ ശിവേട്ടനെ, എൻ്റെ മക്കളും എന്നോട് തിരിഞ്ഞു നിൽക്കുക. എൻ്റെ മക്കളിപ്പോൾ എൻ്റെ കൂടെ ഇല്ല. എൻ്റെ മക്കളിപ്പം അവളെ മുക്കി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കും. കാരണം എനിക്ക് 1.5 ലക്ഷം രൂപ മാസം ശമ്പളം കിട്ടുന്നുണ്ട്. എനിക്ക് ആറേ മുമ്പിൽ പോയി കയ്യോ കാലോ നീട്ടേണ്ട ഒരാവശ്യമില്ല. ഞാൻ അന്തസ്സായിട്ട് ഞാൻ ജീവിച്ച് ഞാൻ കാണിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും വൈജയ്, നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. നിന്നോട് ഗംഗേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. 10-22 വർഷം മുമ്പ് നടന്ന കുറേ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലും ഉണ്ട്. അത് നീ മറക്കരുത്. നീ എല്ലാത്തിനും ഇങ്ങനെ ബാലചന്ദ്രനെ വെറുതെ കുറ്റപ്പെടുത്തി ലാസ്റ്റ് നീ തന്നെയാണ് വലിയൊരു കുഴി ചാടാൻ പോകുന്നത് എന്ന് നീ ഓർത്തോ. നീ ഇപ്പം ഈ കാണിക്കുന്നതെല്ലാം ഒരു ദിവസം നിനക്ക് തോന്നും വേണ്ടായിരുന്നു എന്ന്. ഒരു ദിവസം തോന്നുന്ന ആ ഒരു ദിവസം പക്ഷെ പിടിച്ചാൽ നിനക്ക് കിട്ടത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നത്? നിങ്ങൾ എന്താ എല്ലാവരും അവിടെ ഇവിടെ തൊടാതെ കുറേ സംസാരിക്കുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അലീനി ഇവിടുന്ന് പറഞ്ഞു വിടുന്നതിൻ്റെ പേരിലല്ലേ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? അവൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് കൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതും കൂടെ എന്നോട് പറഞ്ഞതാന്ന് പറയുമ്പം അതൊക്കെ നിനക്ക് പതിയെ മനസ്സിലായിക്കോളും. ഞാനോ ഇനിയിപ്പം ഗംഗേട്ടനോ പറയുന്നത് നീ ഒരു ദിവസം അത് അറിയും. അപ്പം നീ ഞങ്ങളുടെ മുമ്പിൽ കരഞ്ഞ് കേണു വരും. ആ ഒരു സമയത്ത് നിനക്ക് പലതും കിട്ടാതെ പോകും വൈജയ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ശിവൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഏതായാലും അവിടെയും ഇവിടെയും തൊടാതെയൊക്കെ സംസാരിച്ചിട്ടും വൈജയ്ക്ക് കാര്യമൊന്നും പിടികിട്ടിയിട്ടില്ല. ഇനിയിപ്പം നമ്മുടെ ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ തുറന്നു പറയുമോ? ബാലചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ബാലചന്ദ്രൻ അവിടെ തോറ്റു പോകുന്ന പോലെ ബാലചന്ദ്രന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ബാലചന്ദ്രൻ സത്യങ്ങൾ പറയുമോ, അതോ ഇനിയിപ്പം ആരുടെയെങ്കിലും മുഖേന പറയിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട, ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ആഴ്ച അതിനുള്ളിൽ അലീന പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഇതിൽ ഇടപെടണ്ടെന്ന് തന്നെ വൈജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാലചന്ദ്ര മേനോനും ഇത് അറിയുകയാണ്, ഈ 2 ആഴ്ചത്തെ കണക്ക്. അലീന 2 ആഴ്ചയ്ക്കുള്ളിൽ പൊക്കോളാം എന്ന് പറഞ്ഞ കണക്ക്. അപ്പം ബാലചന്ദ്രൻ നേരെ അലീനയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അല്ല നിന്നോട് ഇന്നലെ വൈജ എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? വൈജയോട് നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതെന്താ അച്ഛാ അങ്ങനെ ചോദിക്കുന്നത്? അല്ല നീ ചോദിക്കുന്നതിന് ആൻസർ തരാൻ പറഞ്ഞപ്പോൾ അത് പിന്നെ ഇന്നലെ രാത്രി ഒരു 10-12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മേഡം എൻ്റെ റൂമിൽ വന്നായിരുന്നു. മേഡം എന്നോട് സംസാരിച്ചായിരുന്നു. ഞാൻ മേഡത്തിനൊരു വാക്കും കൊടുത്തിട്ടുണ്ട്, 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ പൊക്കോളാന്ന്. ആരോട് ചോദിച്ചിട്ടാണ് നീ വാക്ക് കൊടുത്തതെന്നാണ് ആദ്യമേ ബാലചന്ദ്രൻ ചോദിക്കുന്നത്. അപ്പം ബാലചന്ദ്രനോട് പറഞ്ഞു, അത് പിന്നെ അച്ഛാ ഈ കളി ഇങ്ങനെ തുടർന്നു പോയാൽ ശരിയാവില്ല അച്ഛാ. അത് എനിക്കും ദോഷമാണ്, ഈ കുടുംബത്തിനും ദോഷമാണ്, ഇവിടുത്തെ ഓരോരോ അംഗങ്ങൾക്കും ദോഷമാണ്. ഞാനിവിടെ നിന്നുകൊണ്ട് എന്തിനാ വെറുതെ ഒരു കുടുംബം അത് ഞാൻ കാരണമാണ് ഒരു കുടുംബം തകരുന്നതെന്ന് എൻ്റെ മനസ്സിലൊരു ബോധ്യമുണ്ട്. അപ്പം പിന്നെ ഞാൻ എന്തിനിവിടെ നിൽക്കണം? ഞാൻ ഇത്രയും നാൾ നിന്നത് എൻ്റെ അച്ഛനെ കരുതിയിട്ട് തന്നെയാണ്. അച്ഛന് ആരും ഇല്ലല്ലോ, അച്ഛൻ തന്നെയായി പോലുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. അച്ഛന് ബബിതയുണ്ട്, കൃഷ്ണയുണ്ട്, രോഹിത്തുണ്ട്. ഇവരെല്ലാം അച്ഛൻ പറയുന്നത് അനുസരിക്കും. അച്ഛന് എന്താണ് ആരാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് അച്ഛൻ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതരുത്. അതുകൊണ്ട് ഞാൻ അച്ഛനെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ടല്ലേ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് വേറൊന്നും അല്ലായിരിക്കും. ഞാൻ സത്യങ്ങളൊക്കെ അങ്ങ് പറയുന്നു. അപ്പം നമ്മുടെ അലീന പേടിച്ചു പോകുന്നതാണ് ബാലചന്ദ്രൻ ഓർത്തത് കേട്ടോ. അലീന പറഞ്ഞു, അത് പിന്നെ അച്ഛന് സത്യം പറയാൻ തോന്നുകയാണെങ്കിൽ അച്ഛനത് പറയുക തന്നെ വേണം. അതിപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അച്ഛൻ പറഞ്ഞോ സത്യം? അച്ഛൻ ആ സത്യം പറഞ്ഞിട്ടേ ഇനിയിപ്പം ഇതിനൊരു അവസാനം ഒരു അന്ത്യം ഉണ്ടാവുകയുള്ളെങ്കിൽ ആ സത്യം അച്ഛൻ പറയുക തന്നെ വേണമെന്ന്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഞെട്ടി കേട്ടോ. കാരണം അലീനയ്ക്ക് ഇത്ര ധൈര്യം ഒന്നൊന്ന് ചിന്തിച്ചു. ഏതായാലും നാളെ ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു കഥയിൽ കാണിക്കാൻ പോകുന്നത്. നാളെ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടായിരിക്കും. അതായത് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ ഞെട്ടി കണ്ണ് തള്ളി നിൽക്കുമല്ലോ, പറഞ്ഞോ അച്ഛൻ പറഞ്ഞോ കുഴപ്പമില്ല എന്ന്. ബാലചന്ദ്രൻ ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഈ സീനൊക്കെ കാണിച്ചിട്ടാട്ടോ വിശേഷം അവസാനിക്കുന്നത്. ഇപ്പം നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. പിന്നെ നമ്മൾ അലീനയുടെ അപ്കമിങ് വിശേഷം ചെയ്യുന്നുണ്ട്. അത് റിയൽ സ്റ്റോറി ന്യൂ എന്നൊരു ചാനലിനകത്താണ്. അതിൻ്റെ പോസ്റ്റ് നമ്മൾ നമ്മുടെ ഈ ചാനലിൻ്റെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്കമിങ് വിശേഷമാണ്. അതായത് ഇനിയിപ്പം 1 മാസം അല്ലെങ്കിൽ ഈ 2-3 ആഴ്ചയ്ക്കുള്ളിൽ വരാനിരിക്കുന്ന കുറച്ച് സീനുകളൊക്കെ കൂട്ടിച്ചേർത്തൊരു കഥയാണ്. അപ്പം അത് കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ പോസ്റ്റിൽ പോയി നോക്കിയാൽ മതി. അതിനകത്ത് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച് നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.